വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാവുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് മാവുകൾ വെച്ചിട്ടുണ്ട്. അതിൽ മൂന്ന് മാവാണ് ഞാൻ താഴെ മണ്ണിൽ വെച്ചിട്ടുള്ളത്. ബാക്കി മുഴുവൻ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. പല വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതപ്പോൾ കുറേ എണ്ണം പൂത്തിട്ടുണ്ട്. ഡ്രമ്മിൽ വെച്ചതും പൂത്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ വെച്ചതിൽ ഇതിപ്പോൾ ഒരെണ്ണം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഒരുപാട് പൂവിട്ടിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണം കായായിട്ടുണ്ട്, വലിയ കായായിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ശരിക്കും പറയണമെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ബട്ട് ഒട്ടുമാവാണ്. നടശാലയാണെന്ന് തോന്നുന്നു. പഴയ കാലത്തെ നടശാല എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തന്നിട്ടുള്ള ആൾ എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് കൊണ്ടുവന്ന് തന്നാണിത്. 2-3 തന്നിട്ടുണ്ടായിരുന്നു. ഇത് നടശാലയാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി വലുതായാലേ അറിയുള്ളൂ അതിൻ്റെ പഴവും അതിൻ്റെ ടേസ്റ്റും നോക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഓൾഡ് മെമ്മറീസാണ്. പഴയ കാലത്ത് എന്താ പറയുക, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഇനങ്ങളാണ്. ഇപ്പം എല്ലാം പുതിയ പുതിയ ടൈപ്പ് വെറൈറ്റീസ് ആണല്ലോ വരുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ഇത് പൂത്തിട്ടുണ്ട്. ഇനി വേറെയും വെച്ചിട്ടുണ്ട് 2-3. അപ്പോൾ അതൊക്കെ പൂത്ത് കായ്ക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാം. ഇപ്പോൾ വേറെ ഡ്രമ്മിൽ വെച്ചിട്ടുള്ളതും പൂത്തിട്ടുണ്ട്. കിളിമൂക്കനും മൽഗോവ അങ്ങനത്തെ വെറൈറ്റീസ് എല്ലാം പൂത്തിട്ടുണ്ട്. മൂവാണ്ടൻ എല്ലാം പൂത്തിട്ട് കായായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇതിന് വളങ്ങൾ എപ്പോഴും എല്ലാറ്റിലും പറയുന്ന മാതിരി തന്നെ ജൈവവളമാണ് കൊടുക്കാറ്. സ്ലറിയും മറ്റേ ചാണകവും ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൂണിങ് ഞാൻ എപ്പോഴും ഇത് മാത്രമല്ല, എല്ലാ ചെടികളും പ്രൂൺ ചെയ്തിട്ട് ഞാൻ നിർത്തും. അത് കാരണം നമുക്ക് സൗകര്യമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ബുഷായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പ്രൂണിങ് മസ്റ്റാണ് ചെടികളിൽ. അല്ലെങ്കിൽ അത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. നമുക്ക് കായ വലിക്കാനും എല്ലാറ്റിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രൂണിങ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമാണ്. അപ്പോൾ എല്ലാവരും പ്രൂൺ ചെയ്ത് വീടുകളിലെ മാവും മറ്റുള്ള വൃക്ഷങ്ങളൊക്കെ വെക്കുക. അപ്പം നമുക്ക് വിഷമൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സും കഴിക്കാം. അതുമാതിരി പച്ചക്കറികളും എല്ലാവരും കൃഷി ചെയ്യുക. മണ്ണിലിറങ്ങി പണി ചെയ്യുക. കിട്ടുന്ന സമയം ഞാൻ ഗാഡ്ജറ്റ്സിൽ പോകണ്ടെന്ന് പറയില്ല. ഗാഡ്ജറ്റും വേണം. ഇപ്പം മൊബൈലും TV എല്ലാം അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് സമയം ഈവൻ കുട്ടികളെയും ഇതിനോട്ട് വിളിച്ച് നമ്മൾ ആ കൃഷിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറയ്ക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെടികളും ഈ മാവൊക്കെ വെച്ച് വളർത്തുക. ഓക്കെ, ബൈ.